കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യൂറോപ്പ് യാത്രയ്ക്കാണ് മസ്കറ്റ് വഴി നാം ഇന്ന് പാരീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സഹയാത്രികർക്കൊപ്പം അതിരാവിലെ തന്നെ പാരീസിലെത്തുകയും അവിടെ നമുക്കായി കാത്തുനിന്നിരുന്ന ടൂർ ഗൈഡിനൊപ്പം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ബസ്സിൽ കയറി ഹോട്ടലിലെത്തി പ്രഭാതകർമ്മങ്ങൾക്കൊക്കെ ശേഷം വളരെ മനോഹരമായ പാരീസ് സിറ്റി കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നാം പുറപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ തലസ്ഥാന നഗരമാണ് പാരീസ്. വടക്കൻ ഫ്രാൻസിലെ സീൻ നദിയുടെ തീരത്ത് ഇൽ ഡി ഫ്രാൻസ് പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. പ്രണയത്തിൻ്റെയും കലാസാഹിത്യങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി പാരീസ് അറിയപ്പെടുന്നു. പാരീസ് നഗരത്തിൽ 1860 ശേഷം കാര്യമായ മാറ്റം വന്നിട്ടില്ല. പാരീസ് നഗരത്തിൻ്റെ ആകെ വിസ്തീർണം 105.4 ചതുരശ്ര കിലോമീറ്ററാണ്. 2014 ജനുവരിയിലെ കണക്ക് പ്രകാരം പാരീസിലെ ജനസംഖ്യ 22,41,246 ബൃഹത് പാരീസ് നഗരത്തിൻ്റെ വിസ്തീർണം 2,844 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസംഖ്യ 1,20,05,077. അതിനുമപ്പുറം വ്യാപിച്ചു കിടക്കുന്ന പരിസര പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന മെട്രോപൊളിറ്റൻ പാരീസ് യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇന്ന് ലോകത്തിലെ ഒരു പ്രധാന വ്യാപാര സാംസ്കാരിക കേന്ദ്രമാണ് പാരീസ്. രാഷ്ട്രീയം, വിദ്യാഭ്യാസം, വിനോദം, വാർത്താമാധ്യമം, ഫാഷൻ, ശാസ്ത്രം എന്നീ രംഗങ്ങളിൽ പാരീസ് ചെലുത്തുന്ന സ്വാധീനം അതിനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ ഫോർച്യൂൺ ഗ്ലോബൽ 500 പട്ടികയിലുള്ള 36 കമ്പനികൾ പാരീസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. യുനെസ്കോ, OECD, ICC തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളും പാരീസ് കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പാരീസ്. വർഷം തോറും ഏതാണ്ട് 3 കോടി വിദേശ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. 1900, 1924 എന്നീ വർഷങ്ങളിലെ ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇവിടെയാണ് നടത്തപ്പെട്ടത് എന്നാണ് നാം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത്. ക്രിസ്തുവിന് മുമ്പ് 3-ാം ശതകത്തിൽ പാരിസി എന്ന ഗാൾ വംശജർ സെയിൽ നദിയിലെ ഇന്ന് ഇൽ ഡി ലാ സിറ്റി എന്നറിയപ്പെടുന്ന കൊച്ചു ദ്വീപിൽ താമസം ഉറപ്പിച്ചതായും ആ ജനപദം പിന്നീട് പാരീസ് എന്ന പേരിൽ അറിയപ്പെട്ടതായും പറയപ്പെടുന്നു. ക്രിസ്തുവിന് മുമ്പ് 5-ാം ദശകത്തിൽ ജൂലിയസ് സീസറുടെ സൈന്യം ഇവിടെ താവളമടിച്ചു. ഈ പ്രദേശത്തെ റോമ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ചതുപ്പ് നിലമെന്നോ ദ്വീപ് എന്നോ അർത്ഥം വരുന്ന ലുട്ടേഷ്യ എന്ന പേരാണ് ഈ പ്രദേശത്തിന് റോമാക്കാർ അന്ന് നൽകിയിരുന്നത്. സീസർ സ്വയം ഇവിടം സന്ദർശിച്ചതായും പറയപ്പെടുന്നു. റോമൻ അധിനിവേശനത്തിന് എതിരായി ഗാൾ വംശജരുടെ എല്ലാ പോരാട്ടങ്ങളും റോമൻ സൈന്യം അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. റോമൻ അധിപൻ സെയിൻ നദിയുടെ ഇടത്തെ കരയിൽ നഗരനിർമ്മാണം ആരംഭിച്ചു. പഴയ കാലത്തെ ചില അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ ലഭ്യമാണ്. 4-ാം ശതകം വരെ റോമൻ ആധിപത്യം തുടർന്നു. ഇക്കാലത്ത് ക്രൈസ്തവ മതവും റോമൻ സംസ്കാരവും കെട്ടിട നിർമ്മാണത്തിലും കലാസാംസ്കാരിക രംഗത്തും സ്വാധീനം ചെലുത്തി. ക്രിസ്തുവർഷം 4-ാം ശതകത്തോടെ റോമൻ സാമ്രാജ്യത്തിന് ശക്തിക്ഷയം സംഭവിക്കാൻ തുടങ്ങി. 5-ാം ശതകത്തിൻ്റെ 2-ാം പകുതിയിൽ ഹൂൺ വംശജനായ ആറ്റിലയുടെയും ഫ്രാങ്ക് വംശജനായ ഷിൽഡറിക്കിൻ്റെയും സൈന്യങ്ങൾ പാരീസിനുമേൽ ആധിപത്യം നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇവരെയൊക്കെ ചെറുത്തു നിൽക്കാൻ പാരീസിനെ ഉത്സാഹിപ്പിച്ചത് കന്യാസ്ത്രീ സെയിന്റ് ജനവീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. 508
ഫ്രാങ്ക് വംശജനായ ക്ലേവിസ് പാരീസിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാക്കി. ഈ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ചാൾമെയിൻ പാരീസിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല. 768 പദവിയേറ്റ ചാൾമെയിൻ സാമ്രാജ്യം ഏറെ വികസിപ്പിച്ചു. കറോളിംഗ്യൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ട ഭൂവിഭാഗത്തിൻ്റെ തലസ്ഥാനം ഇന്ന് ജർമ്മനിയിൽ ഉൾപ്പെടുന്ന അക്കേൻ ആയിരുന്നു. 814 ചാൾമെയിൻ അന്തരിച്ചു. പിന്നീട് 1.5 നൂറ്റാണ്ടിലധികം പിൻഗാമികൾ തമ്മിൽ അധികാരത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു. സെയിൻ നദി വഴി യുദ്ധക്കോപ്പുകളോടെ എത്തിയ നോർമൺ വൈക്കിംഗ് വംശജരുടെ തുടരെയുള്ള ആക്രമണം സാമ്രാജ്യത്തെയും പാരീസിനെയും പ്രത്യേകിച്ചും വല്ലാതെ ക്ഷീണിപ്പിച്ചു. പാരീസിൽ ക്രമസമാധാന സ്ഥിതി തകരാറിലായി. ഫ്രാങ്ക് വംശത്തിലെ അവസാനത്തെ രാജാവ് ലൂയി അഞ്ചാമന് വെറും 2 വർഷമേ ഭരിക്കാനായുള്ളൂ. സന്തതികളില്ലാതെ ലൂയി അഞ്ചാമൻ അന്തരിച്ചതോടെ തുടർന്ന് പാരീസിലെ ഹ്യൂ ക്യാപെറ്റ് പ്രഭു ഫ്രാൻസിന്റെ രാജാവായി അവരോധിക്കപ്പെട്ടു. 996 അന്തരിക്കും വരെ ഹ്യൂ ക്യാപെറ്റ് പാരീസ് ഭരിച്ചു. അതിനുശേഷം അയാളുടെ പിൻഗാമികളും. 987 അധികാരത്തിൽ വന്ന ക്യാപെറ്റ് വംശജർ 1328 വരെ ഭരിക്കുകയുണ്ടായി. രാജവസതി ഇൽ ഡി ലാ സിറ്റിയിലെ കോട്ടയായിരുന്നു. ഇവരുടെ വാഴ്ചക്കാലത്താണ് നോസ്റ്റർഡാം കത്തീഡ്രൽ, ലൂവ്ർ കൊട്ടാരം, നഗരപ്രാകാരം എന്നിവയുടെ നിർമ്മാണം നടന്നത്. സെയിൻ നദിയുടെ ഇരുകരകളും വ്യത്യസ്തമായ രീതിയിൽ വളർന്നു വികസിച്ചു. വിദ്യാഭ്യാസ, കലാ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി. പാരീസ് സർവകലാശാല 1200 സോർബോൺ 1257 മറ്റ് അനേകം അധ്യയന സ്ഥാപനങ്ങളും രൂപം കൊണ്ടു. അധ്യയന മാധ്യമം ലാറ്റിൻ ആയിരുന്നതിനാൽ ഈ നഗരഭാഗം ലാറ്റിൻ ക്വാർട്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മറുകരയിൽ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ വികാസം പ്രാപിച്ചു. 1268 പാരീസിലെ നാവിക സംഘം ഫ്ലച്ച്വേറ്റ് നെക്ക് മെർഗിത്തൂർ നഗരത്തിന്റെ മുദ്രാവാക്യമാക്കി. എന്ന് പറഞ്ഞാൽ ആടി ഉലഞ്ഞാലും മുങ്ങിപ്പോകില്ല എന്നാണ് അർത്ഥം. ക്യാപെറ്റ് വംശജരുടെ വാഴ്ചയ്ക്ക് ശേഷം അവരോട് ബന്ധമുള്ള വാലോയിസ്, ആംഗുലം, ഓർലിയൻസ്, ബോർബോൺ എന്നീ രാജകുടുംബാംഗങ്ങൾ പാരീസ് ആസ്ഥാനമാക്കിയുള്ള സാമ്രാജ്യം ഭരിക്കുകയുണ്ടായി എന്നാണ് ചരിത്രം. 14-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ നഗരത്തിലാകമാനം പ്ലേഗ് കത്തിപ്പടർന്നു. 1348 മുതൽ 1368 വരെ പല തവണ നഗരം ഈ പ്ലേഗ് രോഗത്തിന് ഇരയായി. ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു. ഇതേ സമയത്ത് തന്നെ ഇംഗ്ലണ്ടുമായി നിരന്തര സംഘട്ടനങ്ങൾ തുടങ്ങി. 1337 തുടങ്ങി 1453 വരെ ഒരു നൂറ്റാണ്ടിൽ ഏറെക്കാലം നീണ്ടുനിന്ന വൈരം 100 കൊല്ലത്തെ പോർ എന്നറിയപ്പെടുന്നു. നഗര രക്ഷയ്ക്കായി 1370 പണിയാരംഭിച്ച് ബസ്റ്റീൽ കോട്ട മുഴുമിപ്പിച്ചത് 1380 പാരീസിന്റെ കിഴക്കുഭാഗത്ത് വാൺസെയിൽ മറ്റൊരു കൂറ്റൻ കോട്ട ഉയർന്നു. ഏതാണ്ട് ഇതേ സമയത്ത് ലൂവ്ർ കോട്ട രാജവസതിയായി രൂപാന്തരപ്പെടുത്താനുള്ള പദ്ധതികൾ ആരംഭിക്കുകയുണ്ടായി. ഫ്രഞ്ച് രാജകുടുംബത്തിലെ അന്തഛിദ്രങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ ആക്രമിച്ചു. 1418 പാരീസ് അടക്കം പല പ്രദേശങ്ങളും ഇംഗ്ലണ്ട് കീഴ്പ്പെടുത്തുകയുണ്ടായി. തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കത്തിൽ പാരീസിനും ഫ്രാൻസിനും ഉത്തേജനം പകർന്നു കൊടുക്കുവാൻ ജോൺ ഓഫ് ആർക്ക് ശ്രമിച്ചു. ഇംഗ്ലണ്ടിന്റെ ആധിപത്യം 1436 വരെ തുടർന്നു. അതിനകം പാരീസും പരിസരവും അനേകം നാശനഷ്ടങ്ങൾക്ക് ഇരയായി കഴിഞ്ഞിരുന്നു.
1469 പാരീസിലെ സോർബോൺ വിദ്യാലയത്തിൽ ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിതമായി. മതപഠനത്തിനെത്തുന്ന വൈദിക അധ്യാപക വിദ്യാർത്ഥികളുടെ താമസത്തിനായി ഹോട്ടൽ ദുക്ലൂനി പണിയപ്പെട്ടു. 16-ാം ശതകത്തിന്റെ ആരംഭത്തോടെ പാരീസിൽ സമാധാനവും ശാന്തിയും വിളയാടി. രാജാക്കന്മാരുടെ ശ്രദ്ധ നഗരത്തെ മൂടി പിടിപ്പിക്കുന്നതിലേക്കും തിരിഞ്ഞു. യൂറോപ്പിലാകമാനം വ്യാപിച്ച നവോത്ഥാന തരംഗം പാരീസിലുമെത്തി. ഇൽ ഡി സിറ്റിയുമായി നഗരത്തെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടു. 1528 ഫ്രാൻസിസ് ഒന്നാമൻ താമസം ലൂവ്രിലേക്ക് മാറ്റുകയുണ്ടായി. നഗരാതിർത്തിയിലുള്ള ബൊളോണിയ വനപ്രാന്തത്തിൽ വനവസതിയും നായാട്ടിനുള്ള സൗകര്യവും ഉണ്ടാക്കി. പാരീസ് നഗരത്തിലെ ആദ്യത്തെ ജലധാര യന്ത്രം, ടൂയിലറി കൊട്ടാരം എന്നിവയും നിർമ്മിക്കപ്പെട്ടു. കൊട്ടാരത്തിനു ചുറ്റുമുള്ള ഉദ്യാനം വരേണ്യ വർഗക്കാരുടെ സമ്മേളന സ്ഥലമായി മാറുകയുണ്ടായി. ഇക്കാലത്ത് കത്തോലിക്കരും ഹൂഗിനേറ്റുകളും തമ്മിലുള്ള മതവിദ്വേഷം ഒട്ടേറെ രക്തച്ചൊരിച്ചിലിന് ഇടയാക്കുകയും ചെയ്തു. ബർബോൺ രാജവംശത്തിലെ ആദ്യ രാജാവായ ഹെൻറി നാലാമന്റെ കാലത്താണ് നഗരചത്വരങ്ങൾക്ക് രാജാക്കന്മാരുടെ പേരുകൾ നൽകുന്ന പതിവ് തുടങ്ങിവെച്ചത്. പുത്രനും യുവരാജാവുമായ ലൂയി 13 വാഴ്ത്തുന്ന ഡോഫിൻ ചത്തുരം പൂർത്തിയാക്കാൻ 9 വർഷമെടുക്കുകയുണ്ടായി. സെയിൻ നദിയിലെ 2 കൊച്ചു ദ്വീപുകൾ സംയോജിപ്പിച്ച് സെന്റ് ലൂയിസ് ദ്വീപ് നിർമ്മിച്ചെടുക്കുകയുണ്ടായി. ലക്സംബർഗ് കൊട്ടാരം, പാലെ കാർഡിനൽ, വിശാലമായ നഗരവീഥികൾ ഇവയെല്ലാം ഇക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ഫ്രഞ്ച് അക്കാദമി, ചിത്രശില്പ അക്കാദമി, സയൻസ് അക്കാദമി, സംഗീത അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നീ വരേണ്യ കൂട്ടായ്മകൾ രൂപം കൊണ്ടു. 1641 പാലെ റോയലിൽ സ്ഥിര നാടകവേദിയൊരുങ്ങി. മോളിയറുടെ നാടകങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. പരിക്കേറ്റ പട്ടാളക്കാർക്കായുള്ള ആതുരാലയം 1671 നിലവിൽ വന്നു. ചാൾസ് അഞ്ചാമനും ലൂയി 13 നിർമ്മിച്ച നഗരമതിലുകൾ ഇടിച്ചു നിരത്തപ്പെട്ടു. 1680 ലൂയി 14 ലൂവ്ർ കൊട്ടാരത്തിൽ നിന്നും സകുടുംബം വേഴ്സായി കൊട്ടാരത്തിലേക്ക് താമസം മാറുകയുണ്ടായി. ഇങ്ങനെ പാരീസിന്റെ ചരിത്രത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് അതിവേഗം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ പാരീസിന്റെ ചരിത്രത്തെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1686 പാരീസ് നഗരത്തിലെ ആദ്യത്തെ കഫേ റോക്കോക്ക് തുറന്നു. വ്യതിയാനങ്ങൾ വന്നെങ്കിലും ഇന്നും ഈ കഫേ അതേ പേരിൽ നിലനിൽക്കുന്നുണ്ട്. 18-ാം ശതകത്തിന്റെ തുടക്കത്തിൽ തന്നെ പാരീസ് രാഷ്ട്രീയ സൈനിക കേന്ദ്രമായി രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. കാര്യക്ഷമമായ ഭരണനിർവഹണത്തിനായി പാരീസ് 20 പോലീസ് വാർഡുകളായി വിഭജിക്കപ്പെടുകയുണ്ടായി. ജലവിതരണത്തിനായി ഇരുകരകളിലും നഗരത്തിലെത്തുന്ന വാണിജ്യ സാധനങ്ങൾക്ക് നിഷ്കർഷാപൂർവം കരം ഈടാക്കാനായി നഗരത്തിനു ചുറ്റും ചുങ്കമതിൽ ഉയർന്നു വന്നു. കെട്ടിടങ്ങൾക്ക് നമ്പറിടുന്ന സമ്പ്രദായവും ഇവിടെ നടപ്പിലായി. 1720 ഹോട്ടൽ ഡീവ്രു, ഇന്നത്തെ എലിസി കൊട്ടാരം എന്ന കെട്ടിട സമുച്ചയത്തിന്റെ പണി മുഴുവനായത്. 1782 മേരി അന്റോനൈറ്റ് ഓഡിയോങ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. 1751 പട്ടാള പരിശീലന കേന്ദ്രം സ്ഥാപിതമായി. 6 പതിറ്റാണ്ട് ഭരിച്ച ലൂയി 15 സ്വന്തം പേരിൽ ചത്വരം നിർമ്മിച്ചു. 1789 ജൂലൈ 14
വിക്ഷുബ്ധരായ പാരീസ് ജനത ബാസ്റ്റിൽ കാരാഗ്രഹം ഭേദിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കമായി കണക്കാക്കപ്പെടുന്നു. വിപ്ലവ സമയത്ത് ലൂയി 15 ചത്തുരം വിപ്ലവ ചത്തുരമായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇവിടെ ഉയർത്തിയ കഴുമരത്തിലാണ് ലൂയി 16, മേരി അന്റോണിറ്റ് എന്നിവരടക്കം രാജകുടുംബാംഗങ്ങളും വരേണ്യരും പൊതുജനസമക്ഷം വധിക്കപ്പെട്ടത്. ഇന്നത്തെ പേര് കങ്കോർഡ് ചത്തുരം എന്നാണ് ഈ ചത്തുരം അറിയപ്പെടുന്നത്. 1793 സെപ്റ്റംബർ മുതൽ 1794 അവസാനം വരെ നീണ്ടു നിന്ന ഭീകരവാഴ്ച അലങ്കോലമാക്കിയ പാരീസിൽ ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവന്നത് നെപ്പോളിയനാണ്. 19ാം ശതകത്തിൽ ഫ്രാൻസിൽ രാജവാഴ്ചയും ജനാധിപത്യ ഭരണവും മാറി മാറി വന്നു. നെപ്പോളിയൻ ചക്രവർത്തി 1799 മുതൽ 1814 വരെ ഭരിക്കുകയും വീണ്ടും ബോർബോൺ രാജവാഴ്ച, രണ്ടാം റിപ്പബ്ലിക്, നെപ്പോളിയൻ മൂന്നാമന്റെ രാജവാഴ്ച, മൂന്നാം റിപ്പബ്ലിക് എന്നിങ്ങനെ മാറി മാറി വന്നു. 1830, 1848, 1871 എന്നീ വർഷങ്ങളിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കളമൊരുക്കിയത് തൊഴിലാളികൾക്കിടയിലെ അസംതൃപ്തിയും വർഗബോധവുമാണ്. 1871 തൊഴിലാളി പ്രക്ഷോഭത്തിലൂടെ പാരീസ് കമ്മ്യൂൺ എന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് 1871 മാർച്ച് 18 മുതൽ മെയ് 28 വരെ 3 മാസത്തോളം അധികാരം കൈയടക്കുകയുണ്ടായി. ഈ സംഭവത്തെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് മാർക്സ് തന്റെ പുസ്തകത്തിൽ വിവരിക്കുകയും ചെയ്തു. 1806 നെപ്പോളിയൻ ആർക്ക് ദ ട്രയംഫ് എന്ന വിജയ കമാനത്തിന്റെ തറക്കല്ലിട്ടു. പണി പൂർത്തിയായി ഉദ്ഘാടനം നടന്നത് 3 ദശാബ്ദങ്ങൾക്ക് ശേഷവും. 1826 ലുഫി ഗാറോ പത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1827 വർദ്ധിച്ചു വരുന്ന വ്യവസായ ആവശ്യങ്ങൾക്കായി സെയിൻ നദിയിലെ ഇലൂസിൻ എന്ന വീതി കുറഞ്ഞ കൃത്രിമ ദ്വീപ് നികത്തിയെടുക്കപ്പെട്ടു. 1836 പാരീസ് കേന്ദ്രമായി റെയിൽവേ ഗതാഗതവും സ്ഥാപിതമായി. 1878 ലോകമേളയ്ക്കായി ട്രൊക്കാഡോറോ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു. 1887 പാസ്കർ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായി. 1889 പാരീസിലെ ഐഫൽ ഗോപുരം പൂർത്തിയായി. 1889 മുളാറോഷ് ക്യാബറെ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ പാരീസിന് വളരെ നീണ്ട ഒരു ചരിത്രമാണ് ഉള്ളത്. ഈ ചരിത്രത്തെ കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കുമ്പോൾ 1853 മുതൽ 1870 വരെ നഗരാധിപതിയായി ചുമതലയേറ്റ ജോർജ് യൂജിൻ ഹോസ്മാൻ 3 ഘട്ടങ്ങളിലായി പാരീസിനെ ആധുനിക നഗരമാക്കാൻ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. കാറ്റും വെളിച്ചവും ഗതാഗത സൗകര്യങ്ങളുമുള്ള പാരീസ് ആയിരുന്നു ഹൗസ്മാൻ വിഭാവനം ചെയ്തത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഗതാഗത ആവശ്യങ്ങളും കണക്കിലെടുത്ത് പാരീസിൽ മെട്രോ നിർമ്മാണത്തിനുള്ള പദ്ധതികൾ പരിഗണനയ്ക്ക് അക്കാലത്ത് തന്നെ എടുക്കുകയുണ്ടായി. ഇങ്ങനെ പാരീസിന്റെ അതിവിപുലമായ ചരിത്രമോർത്തുകൊണ്ട് ഞാൻ സഹയാത്രികർക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നാം ഒരു അണ്ടർപാസ് കടന്ന് നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാരീസിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരാനായി.